അതിന്റെ ഫഹദിന് മാത്രമേ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ. സൂപ്പർ മൂവിയാണ്, നന്നായിട്ടുണ്ട്. ഫഹദിന്റെ കാണാൻ അടിപൊളിയാണ്. നല്ല സിനിമയാണ്. കോമഡിയാണോ? കോമഡി എല്ലാം നന്നായിട്ട് വർക്കായിരുന്നു. ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടെ വർക്കൗട്ട് ആയത്. സെക്കൻഡ് ഇൻട്രോലൊക്കെ നല്ല കിട്ടില്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് അത്രയും ഒരു ലെവലിലോട്ട് ഇന്ന് ഡൗൺ ആയി. പിന്നെ ക്ലൈമാക്സിൽ ഒന്ന് ഓണായത് ആണല്ലോ. ഫാദർ എങ്ങനെ ഉണ്ടായിരുന്നു? ഫഹദ് അടിപൊളിയായിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ചൊരു ലാഗായിട്ട് തോന്നി. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. നല്ല കിടലം ഫൈറ്റൊക്കെ. സൂപ്പർ മൂവിയാണ്, നന്നായിട്ടുണ്ട്. ഫഹദ് ഫാസിൽ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും സൂപ്പറായിട്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു മാരി സിനിമ റെഫറൻസ് ഒക്കെ ഉണ്ട്, എന്നാലും പക്ഷേ സൂപ്പറായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ലൊരു, സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. താങ്ക് അതെങ്ങനെയുണ്ട്? അത് അടിപൊളിയായിട്ടുണ്ട്. ആദ്യ പകുതി കൊള്ളാം, പക്ഷേ സെക്കൻഡ് ഹാഫ് കോമഡി ഒന്നുമില്ല. ആക്ഷനാണ്, കുഴപ്പമില്ല. ഇതിന്റെ ഫഹദിന് മാത്രമേ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ. ക്രിസ്ത്യൻ മൂഡ് പോകാം നമുക്കത്. പക്ഷേ ജോണർ ഒരു സ്റ്റണ്ട് എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മൾ രോമാഞ്ചത്തിൽ നമ്മുടെ ഇവൻ്റെ ഒരു ക്യാരക്ടർ കണ്ടില്ലേ, ചെമ്പൻ വിനോദ്. അപ്പം ആ ഒരു കാശുകാരൻ, ഒരു ഗുണ്ടയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ അതിൻ്റെ രക്ഷൻ്റെ സാധനം ഞാൻ വെച്ച് ചെമ്പൻ വിനോദിന് അനിയനായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാണിച്ച്, പക്ഷെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ആ ഒരു പ്രത്യേക ജോണർ. പിന്നെ മറ്റേ നമ്മുടെ 3 പിള്ളേരാണ് വരുന്നത്. അജു, ബിപിൻ, ശാന്തൻ. അതിനകത്ത് മറ്റേ അവർ 3 പേര് അന്നേരം ചെയ്തിട്ടുണ്ട്. കൊച്ചു പിള്ളേരാണ്, പക്ഷെ അന്നേരം ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് ഒരു 15 മുമ്പാണ് നമ്മുടെ ഫഹദ് വരുന്നത്. പക്ഷെ ആ ഒരു ഇൻ്റർവൽ പഞ്ച് കൊള്ളായിരുന്നു. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല കേട്ടോ, ഒരു ഫാമിലി മൂവി നല്ല, പക്ഷേ എൻ്റർടൈൻമെൻറ്റ് മാസമായിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അതാ പറഞ്ഞത്, ഫഹദ് പെർഫോമൻസ് ഒരു രക്ഷയില്ല. അത് നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. അത് കൊള്ളാം. വേറെ പ്രത്യേകിച്ച് വലിയ കഥയും അങ്ങനത്തെ സാധനമൊന്നുമില്ല. ചുമ്മാ ഒന്ന് എൻ്റർടൈൻ ചെയ്യാം. വലിയ വേറെ ചിന്തിക്കൊന്നും ചെയ്യരുത്. ജസ്റ്റ് ചുമ്മാ എൻ്റർടൈൻ. അതെ അതെ. ആ ഒരു ക്ലൈമാക്സിന് ഒരു സാധനം ഉണ്ടല്ലോ, എവിടെയും ഒന്നുമില്ല നിർത്തുന്ന സ്ഥാനം, അതേ സംഭവം തന്നെയാണ്. പക്ഷേ ഓവറോൾ നമ്മൾ ഒരു പിള്ളേർ എൻ്റർടൈൻമെൻറ്റ്, കോളേജ്, എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ആ സംഭവമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. രസമായിട്ട് കൊണ്ടുപോയിട്ട് നല്ല